വാസുദേവായ. ഓം നമോ ഭഗവതേ 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 വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഹരേ ഭാഗവതം കൃഷ്ണ. 10-ാം സ്കന്ധം പരമശ്രേയസ്, അധ്യായം 14 ബ്രഹ്മസ്തുതി, ശ്ലോകങ്ങൾ 42 മുതൽ 46 വരെ. 42. തതോ നിജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതാൻ വത്സാൻ പുലിനമാനിന്യേ യഥാ പൂർവസകം സ്വകം. തതോ അനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗ് അവസ്ഥിതാൻ വത്സാൻ പുലിനമാനിന്യേ യഥാ പൂർവസകം സ്വകം. തതോ അനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതാൻ വത്സാൻ പുലിനമാനിന്യേ യഥാ പൂർവസഖം സ്വകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തതോ അനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതാൻ വത്സാൻ പുലിനമാനിന്യേ യഥാ പൂർവസഖം സ്വകം. പ്രധാന പദാർത്ഥം. തതഃ അനന്തരം, അനുജ്ഞാപ്യ അനുവാദം നൽകിയിട്ട്, ഭഗവാൻ പരമപുരുഷൻ, സ്വഭുവം തന്റെ പുത്രന് ബ്രഹ്മാവിന്, പ്രാഗ് പണ്ടു മുതൽ, അവസ്ഥിതാൻ സ്ഥിതി ചെയ്യുന്നവരായി, വത്സാൻ പശുക്കിടാങ്ങൾ, പുളിനം നദിയോരത്തേക്ക്, ആനിന്യെ ആനയിച്ചു, യഥാപൂർവസകം പണ്ടേ പോലെ കൂട്ടുകാർ സന്നിഹിതരായിരുന്ന സ്ഥലത്ത്, സ്വകം സ്വന്തമായ. വിവർത്തനം ശ്രീല മഹാരാജ്ക്ക് ജയ്. സ്വപുത്രനായ ബ്രഹ്മാവിന് പോകാൻ അനുമതി നൽകിയ ശേഷം ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തൽക്ഷണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതും തന്റെ കൂട്ടുകാർ മുമ്പ് സന്നിഹിതരായിരുന്നതുമായ യമുന തീരത്തേക്ക് പോയ ശേഷം 1 വർഷം മുമ്പ് പശുക്കിടാങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അവയെ തെളിച്ചു കൊണ്ടുവന്നു. ഭാവാർത്ഥം ശ്രീ അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ബ്രഹ്മാവ് ചെയ്ത അപരാധം ഭഗവാൻ ക്ഷമിക്കുകയും തന്റെ മകനായി സ്നേഹത്തോടെ പെരുമാറിയെന്നും സ്വഭുവം എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. യഥാർത്ഥ ഗോപബാലന്മാരും പൈക്കിടാങ്ങളും പണ്ടത്തെ പോലെ തന്നെ യഥാക്രമം യമുന തീരത്തും കാട്ടിലുമായി സ്ഥിതി ചെയ്തിരുന്നുവെന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. പണ്ട് പൈക്കിടാങ്ങൾ കാട്ടിൽ അപ്രത്യക്ഷമാവുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ അവയെ അന്വേഷിച്ച് പോവുകയും ചെയ്തിരുന്നു. അവയെ കണ്ടു കിട്ടാതെ അക്കാര്യം ചർച്ച ചെയ്യാൻ യമുന തീരത്ത് മടങ്ങി വന്നപ്പോൾ കൂട്ടുകാരും അപ്രത്യക്ഷരായിരുന്നു. ഇപ്പോൾ പശുക്കിടാങ്ങൾ വീണ്ടും കാട്ടിലും കൂട്ടുകാർ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തയ്യാറായി നദീതീരത്തുമുണ്ട്. 1 കൊല്ലം പൈക്കിടാങ്ങൾ കാട്ടിലും ഗോപബാലന്മാർ നദിക്കരയിലുമായി ഇങ്ങനെ കഴിഞ്ഞിരുന്നതായി ശ്രീല സനാതന ഗോസ്വാമി പറയുന്നു. ബ്രഹ്മാവ് അവരെ മറ്റൊരിടത്തേക്കും കൊണ്ടുപോയിരുന്നില്ല. ഭഗവാന്റെ സർവശക്തമായ മായാപ്രഭാവം മൂലം ഗോപികമാരും മറ്റു വ്രജവാസികളും പശുക്കിടാങ്ങളെയും കുട്ടികളെയും തിരിച്ചറിഞ്ഞില്ല. പശുക്കിടാങ്ങളും ഗോപകുട്ടികളുമാവട്ടെ 1 വർഷം കടന്നു പോയതറിയുകയോ വിശപ്പോ തണുപ്പോ ദാഹമോ അനുഭവിക്കുകയോ ചെയ്തതുമില്ല. ഇതെല്ലാം ഭഗവാന്റെ മായാശക്തി മൂലമുണ്ടായ ലീലകളുടെ ഭാഗമാണ്. ഗോകുലത്തിലെ എല്ലാ പൈക്കിടാങ്ങളെയും ബാലന്മാരെയും ഞാൻ എന്നെ മായാശക്തിയുടെ ശയ്യയിൽ ഉറക്കി കിടത്തിയിരിക്കുകയാണല്ലോ. ഇന്നുവരെ അവ ഉണർന്നിട്ടുമില്ല. അത്ര തന്നെ കുട്ടികളും പശുക്കിടാങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം 1 വർഷമായി കളിച്ചു നടക്കുന്നു. എന്റെ മായാശക്തിക്ക് അധീനരായവരിൽ നിന്ന് വേറിട്ടവരുമാണവർ. ആരാണിവർ, എവിടെ നിന്ന് വന്നു എന്ന് ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു. പരമപുരുഷനായ ഭഗവാന് കാണാൻ വയ്യാത്തവരായി ഒന്നും തന്നെയില്ല. നാടകീയമായ ബ്രഹ്മവിമോഹന ലീല ആടുവാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ പശുക്കിടാങ്ങളെയും മിത്രങ്ങളെയും തേടി നടക്കുന്നതായി ഭാവിച്ചത്. ബ്രഹ്മാവ് ശരണമറിയുകയും സ്തുതികൾ അർപ്പിക്കുകയും ചെയ്ത ശേഷം
പഴയതുപോലെ സ്ഥിതി ചെയ്തിരുന്ന കുട്ടികളുടെയും പശുക്കിടാങ്ങളുടെയും അടുത്തേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ മടങ്ങിച്ചെന്നു. ഒരു വർഷത്തെ വളർച്ച കൊണ്ട് അവരൊക്കെ അല്പം വലുതായിരുന്നു എന്നതൊഴിച്ചാൽ അവരൊക്കെ പഴയതുപോലെ തന്നെ കാണപ്പെട്ടു. വൃന്ദാവനത്തിൽ നിഷ്കളങ്കനായ ഗോപകുമാരന്റെ വേഷത്തിൽ ലീലകൾ ആടിയിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നാൻമുഖൻ ബ്രഹ്മാവ് സ്തുതികൾ അർപ്പിച്ച ശേഷം അതേ ഗോപകുമാര ഭാവം തുടരുകയും അതിനാൽ തന്നെ ബ്രഹ്മാവിന് മുന്നിൽ നിശബ്ദത പാലിക്കുകയുമായിരുന്നു എന്ന് ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അഭിപ്രായപ്പെടുന്നു. ശ്രീകൃഷ്ണന്റെ നിശബ്ദത താഴെ പറയുന്ന ചിന്തകളാണ് സൂചിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് ഈ നാൻമുഖൻ ബ്രഹ്മാവ് വരുന്നത്? എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ പൈക്കിടങ്ങളെ തിരയുന്ന തിരക്കിലാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വെറുമൊരു ഇടയബാലനാണ് ഞാൻ. ബ്രഹ്മാവ് ശ്രീകൃഷ്ണനെ വെറുമൊരു ഗോപബാലനായി കരുതുകയും അങ്ങനെ തന്നെ പെരുമാറുകയും ചെയ്തിരുന്നു. ബ്രഹ്മാവിന്റെ സ്തുതികൾ ഏറ്റുവാങ്ങിയ ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപകുമാരനായി ലീല തുടരുകയും ബ്രഹ്മാവിനോട് മറുപടി പറയാതിരിക്കുകയും ചെയ്തു. യമുനാ തീരത്തെ വനഭോജനത്തിന് മടങ്ങിച്ചേർന്ന് കൂട്ടുകാരോടൊപ്പം കൂടിച്ചേരുന്നതിലായിരുന്നു ശ്രീകൃഷ്ണന് കൂടുതൽ താല്പര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 43. ഏകസ്മിൻ അഭിയാദേബ്ദേ പ്രാണേശം ചാന്ദ്രാത്മനഃ കൃഷ്ണമായ ഹതാരാജൻ ക്ഷണാർദ്ധം മേനിരേർഭ. ഏകസ്മിൻ അഭിയാദേബ്ദേ പ്രാണേശം ചാന്ദ്രാത്മനഃ കൃഷ്ണമായ ഹതാരാജൻ ക്ഷണാർദ്ധം മേനിരേർഭ. ഏകസ്മിൻ അഭിയാദേബ്ദേ പ്രാണേശം ചാന്ദ്രാത്മനഃ കൃഷ്ണമായ ഹതാരാജൻ ക്ഷണാർദ്ധം മേനിരേർഭ. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. ഏകസ്മിൻ ഒരു, അഭി എങ്കിലും, യാതെ കടന്നിട്ട്, അബ്ദേ വർഷം, പ്രാണ ഈശം പ്രാണനാഥനായ, ച അന്തര കൂടാതെ, ആത്മന തങ്ങളുടെ, കൃഷ്ണമായ കൃഷ്ണന്റെ മായാശക്തി, ആഹത മൂടപ്പെട്ട, രാജൻ അല്ലയോ രാജാവേ, ക്ഷണാർദ്ധം ഒരു ക്ഷണത്തിന്റെ പകുതി, മേനിരെ അവർ ചിന്തിച്ചു, അർഭക കുട്ടികൾ അല്ലെങ്കിൽ ബാലന്മാർ. വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. അല്ലയോ രാജാവേ, ആ കുട്ടികൾ തങ്ങളുടെ ജീവേശനെ പിരിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിരുന്നെങ്കിലും കൃഷ്ണ ഭഗവാന്റെ മായാശക്തി കാരണം അവർക്ക് അരക്ഷണമായേ തോന്നിയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 44. കിം കിം ന വിസ്മരന്നീഹാം മായാമോഹിത ചേതസാം യന്മോഹിതം ജഗത് സർവം അഭീക്ഷ്ണം വിസ്മൃതാത്മകം. കിം കിം ന വിസ്മരന്തീഹാം മായാമോഹിത ചേതസാ യന്മോഹിതം ജഗത് സർവം അഭീക്ഷ്ണം വിസ്മൃതാത്മകം. കിം കിം ന വിസ്മരന്തീഹാം മായാമോഹിത ചേതസാ യന്മോഹിതം ജഗത് സർവം അഭീക്ഷം വിസ്മൃതാത്മകം. ജയമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. കിം കിം എന്തെന്തിനെ, നാ വിസ്മരന്തി വ്യക്തികൾ മറക്കുന്നില്ല, ഇഹ ഈ ലോകത്തിൽ, മായാമോഹിത മായയാൽ മോഹിപ്പിക്കപ്പെട്ട, ചേതസ ആരുടെ മനസ്സുകൾ, യത് ഏതൊന്നിനാൽ, മോഹിതം വിഭ്രമിക്കപ്പെടുന്നു, ജഗത് ലോകം, സർവം മുഴുവൻ, അഭീഷ്ണം തുടരെ, വിസ്മൃത ആത്മകം അവനവനെ തന്നെ മറക്കുമാറ്. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ മായയാൽ വിഭ്രാന്തിയിൽ ആഴ്ത്തപ്പെട്ട മനസ്സുകളുള്ളവർ മറക്കാത്തതായി എന്തു തന്നെയുണ്ട് ലോകത്തിൽ. ആ മായാശക്തി കാരണം ഈ പ്രപഞ്ചമാകെ സ്ഥിര വിഭ്രാന്തിയിലാണ്. ഈ വിസ്മൃതിയാർന്ന അവസ്ഥയിൽ ആർക്കും സ്വന്തം സ്വരൂപം മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ പ്രപഞ്ചം മുഴുവൻ വിഭ്രാന്തിയിലാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ദ്രനെയും ബ്രഹ്മാവിനെയും പോലുള്ള വലിയ ദേവന്മാർ പോലും ഈ വിസ്മൃതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഗോപബാലന്മാരുടെയും പശുക്കിടാങ്ങളുടെയും മേൽ തന്റെ ആന്തരികമായ യോഗമായ ശക്തി പ്രയോഗിച്ചതിനാൽ ഒരു വർഷക്കാലം അവർ തങ്ങളുടെ അവസ്ഥ ഓർത്തില്ലെന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഭഗവാന്റെ ബാഹ്യമായ ശക്തി മൂലം ബന്ധാത്മാക്കൾ ഒരു
കാലത്തേക്കല്ല, കോടാനുകോടി വർഷങ്ങൾ തങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് മറന്ന് ഭൗതിക ലോകമെന്ന ഈ അജ്ഞാനതമോ സാമ്രാജ്യത്തിൽ കൂടുവിട്ടു കൂടുമാറി അലഞ്ഞുകൊണ്ടിരിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 45. ഊജുശ്ച സുഹൃഷ്ണം സ്വാഗതം തേതിരം ഹസാ നൈകോപി അഭോജകവലാ ഏഹിദാ സാധു ഭുജ്യതാ. ഊചുനശ്ച സുഹൃദം കൃഷ്ണം സ്വാഗതം തേ അതിരം ഹസാ നൈകോപി അഭോജകവലാ ഏഹിദാ സാധു ഭുജ്യതാ. ഊജുശ്ച സുഹൃദ കൃഷ്ണം സ്വാഗതം തൈഹിതരം ഹസാ നൈകോപി അഭോജികവലാ ഏഹിദാ സാധു ഭുജ്യതാ. ഗീതാമാതാജി. ഹരേ കൃഷ്ണ. ഊച്ചു ച അവർ പറഞ്ഞു, സുഹൃദഃ സുഹൃത്തുക്കൾ, കൃഷ്ണം കൃഷ്ണ ഭഗവാനോട് സ്വാഗതം തിരിച്ചു വന്ന തേ അങ്ങ് അതിരംഹസ അതിവേഗത്തിൽ ന ഇല്ല ഏക ഒരു അപി പോലും അബോജി വിധിക്കപ്പെട്ടു കവള ഉരുള ഏഹിത ഇവിടെ വന്നാലും സാധു നന്നായി ഭുജ്യതാം ആഹാരം കഴിച്ചാലും. വിവർത്തനം. ഗോപബാലന്മാർ കൃഷ്ണനോട് ഇത്ര വേഗം നീ മടങ്ങിയെത്തിയല്ലോ, ഞങ്ങൾ ഒരു ഉരുള പോലും നീ ഇല്ലാത്തപ്പോൾ കഴിച്ചിട്ടില്ല, വരൂ വന്ന് നന്നായി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. ഭാവാർത്ഥം. ഇത്ര വേഗം കാട്ടിനുള്ളിൽ നിന്ന് പൈക്കിടാങ്ങളെ മടക്കിക്കൊണ്ടുവന്നതിന് ഇടയബാലന്മാർ കൃഷ്ണനെ അഭിനന്ദിക്കുകയായിരുന്നു എന്ന് സ്വാഗതം തേ അതിരംഹസ എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കൃഷ്ണന്റെ മിത്രങ്ങൾ അദ്ദേഹത്തെ ഇരുന്ന് തൃപ്തി വരുവോളം ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. ഗോപബാലന്മാർ ആഹ്ലാദഭരിതരാകുകയും പ്രിയമിത്രമായ കൃഷ്ണനോടൊത്ത് ഭക്ഷണം കഴിക്കാൻ ഔത്സുക്യം കാട്ടുകയും ചെയ്തു എന്ന് പ്രഭുവാദരുടെ കൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 46. തതോ ഹസൻ ഋഷികേശോ അഭ്യവഹൃത്യ സഹാർഭഗൈ ദർശയാംശ്ചർമാജഗരം ന്യവർദദാ വനാദ്രം. തതോ ഹസൻ ഋഷികേശോ അഭ്യവഹൃത്യ സഹാർഭഗൈ ദർശയാംശ്ചർമാജഗരം ന്യവർദദാ വനാദ്വജം. തതോ ഹസൻ ഋഷികേശോ അഭ്യവഹൃത്യ സഹാർഭഗൈ ദർശയാംശ്ചർമാജഗരം നിവർത്തദാ വനാദ്വജം. രമണി മാജിക്ക് വയ്ക്കാതെയോ? ഇല്ല, ക്ലാസ് ആയില്ല സാർ. ഓക്കെ. നീലാംബർ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. തഥ അനന്തരം ഹസൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഹൃഷികേശ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങൾക്ക് നാഥനായ കൃഷ്ണ ഭഗവാൻ അഭ്യവഹൃത്യ ഭക്ഷണം കഴിച്ചിട്ട് സഹ ഒപ്പം അർഭകൈ ഗോപകുമാരന്മാർ ദർശയൻ കാട്ടിക്കൊടുത്തുകൊണ്ട് ചർമ്മ തോൽ അജഗരം അഘാസുരൻ എന്ന പെരുമ്പാമ്പിന്റെ ന്യവർത്ത ചെത്തി വനാൽ കാട്ടിൽ നിന്ന് വ്രജത്തിലേക്ക്. വിവർത്തനം. ശീല പ്രഭുവാദ് കി ജയ്. അനന്തരം ഹൃഷികേശൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഗോപബാലമിത്രങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചു. വ്രജഭൂമിയിലെ ഗൃഹങ്ങളിലേക്ക് മടങ്ങുന്ന വേളയിൽ ശ്രീകൃഷ്ണൻ ഗോപബാലന്മാർക്ക് സർപ്പമായിരുന്ന അഘാസുരന്റെ മൃതദേഹത്തിന്റെ തൊലി കാണിച്ചു കൊടുത്തു. ഹരേ കൃഷ്ണ പ്രഭു. ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുമേലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണഗണനാദിനം സംസജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീശാഖാമിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി.
നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനെ ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജന പ്രേമാഢ്യ രൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗാ വിരുദ്ധാന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബന സാംബോധേ പാദാംബുജേ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗാവരായതേ. ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയാം വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥ ശ്രീരൂപ സനാതന ഭട്ടരഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസരഘുനാഥ ഏച്ചായ ഘോഷായ കോരിചരൺ ബന്ധൻ ജഹാമോത്തെ വിഘ്നാനാശ് അഭീഷ്ടപൂരൺ വാഞ്ചാകൽപതരുഭ്യശ്ച സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാധന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യനാംനേ ഗൗരത്തുഷേ നമഃ. പഞ്ചതത്വാത്മം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയതാം സൃതോ പങ്കോർ മമ മന്ദമതീർഗതീ മത്സർവസുപദാംബോജോ രാധാമവ നമോ. ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാ ശ്രീമദ്രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീഗോവിന്ദദൈവോ പ്രേഷ്ഠാലി സേവ്യമാനോ സ്മരാമി. ശ്രീമൻവാസനസാരംഭി വംശീവടത്തടസ്ഥിതഃ കർഷൺവേണുസ്വനൈർഗോപീ ഗോപിനാഥശ്യേതുന. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. തതോ അനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗതവസ്ഥിതാൻ വത്സാൻ പുലിനമാനിന്യേ യഥാ പൂർവസതം സ്വതം. After granting his son Brahma permission to leave, the Supreme Personality of Godhead took the cows who were still where they had been a year earlier and brought them to a river bank where he had been taking his meal and where his cowboy friends remained just as before. Hare Krishna. അങ്ങനെ പ്രഗംഭീരമായിട്ടുള്ള ബ്രഹ്മസ്തുതി പര്യവസാനിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവസം പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഇത്രയും ഞാൻ പറഞ്ഞിട്ടും അങ്ങ് ഒരക്ഷരം ഉരിയാടില്ല, അങ്ങ് ഒന്നും മന്ദഹസിച്ചില്ല, പോട്ടെ അങ്ങ് ഒന്ന് കടാക്ഷം പോലെ എനിക്ക് തന്നില്ല. അങ്ങ് തികച്ചും നിസ്സംഗനായിട്ടാണ് എൻ്റെ സ്തുതി കേട്ടത്, ഒരു തരത്തിലും അങ്ങ് പ്രതികരിച്ചില്ല. അപ്പോ ബ്രഹ്മാവ് പറയാണ്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എനിക്കറിയാം, അങ്ങോട്ട് ചെയ്ത അപരാധം വളരെ വലുതാണ്. അപ്പോ അതിനായിട്ട് ഞാൻ സ്തുതി ചെയ്യാണ്. അപ്പോൾ ഈ സ്തുതിയിൽ സന്തോഷവാനായിട്ട് അങ്ങ് എന്നോട് മന്ദഹസിക്കുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അഥവാ അങ്ങ് ഇതിൽ തൃപ്തിയില്ല,
അങ്ങക്ക് എന്നോടുള്ള ദേഷ്യം, ഞാൻ ചെയ്ത അപരാധത്തിനുള്ള ദേഷ്യം നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ശിക്ഷിക്കാം. കാരണം ഞാനൊരു രാക്ഷസ സ്വഭാവമാണ് കാണിച്ചത്. രാക്ഷസന്മാരാണ് കൃഷ്ണന്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്ത് അവരെ പലതരത്തിലും കൃഷ്ണർക്ക് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതേപോലെ ബ്രഹ്മലോകത്തിൽ നിന്ന് വന്ന ഒരു ബ്രഹ്മരക്ഷസായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി അങ്ങ്. അങ്ങനെ ആ നിലയിൽ എനിക്ക് വേണ്ട ശിക്ഷ, ഉചിതമായ ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് എനിക്ക് തന്നോളൂ. ഇതും അങ്ങ് തരുന്നില്ല, എന്നെ ശിക്ഷിക്കുന്നുമില്ല, എന്നോട് സ്നേഹപാത്രമൊന്നും സംസാരിക്കുന്നുമില്ല. അങ്ങ് തികച്ചും നിസ്സംഗനായിട്ട് നിൽക്കുകയാണ്. അപ്പോ ഒരു തെറ്റ് ചെയ്ത, അപരാധം ചെയ്ത ഭൃത്യന്റെ നിലയാണ്. ഭൃത്യ അപരാധം ചെയ്തു കഴിഞ്ഞാൽ യജമാനൻ കോപിക്കും, ശിക്ഷിക്കും. അല്ലെങ്കിൽ ഭൃത്യൻ നല്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ യജമാനൻ അയാളുടെ സ്നേഹഭാവം കാണിക്കും, അവർക്ക് എന്തെങ്കിലും അവാർഡുകൾ എന്തെങ്കിലും കൊടുക്കും, അല്ലെ സ്നേഹം പ്രകടിപ്പിക്കും. ഇതൊക്കെ യജമാനൻ ചെയ്യും. പക്ഷേ ഈ യജമാൻ നിസ്സംഗമായിട്ട് യാതൊന്നും ചെയ്യാതെ അഭിനന്ദിക്കുകയോ പ്രശംസിക്കുകയോ സ്നേഹപൂർവ്വം സംസാരിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ തികഞ്ഞ നിസ്സംഗതയോടുകൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ ഭൃത്യന് ജീവിക്കാൻ യാതൊരു ആശയം ഉണ്ടാവില്ല. കാരണം തൻ്റെ എല്ലാമായിട്ടുള്ള യജമാനൻ തന്നോട് നിസ്സംഗമായി നിൽക്കുകയാണെങ്കിൽ പിന്നെ താൻ ജീവിച്ചെടുക്കുന്ന കാര്യം. അതുകൊണ്ട് ആ ബ്രഹ്മ പറയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ സത്യലോകത്തിൽ പോവാണ്, ബ്രഹ്മത്തിൽ പോവാണ്. പക്ഷേ ഞാൻ അവിടെ തുടരും. എൻ്റെ സേവ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, സേവ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. സൃഷ്ടി നിർത്താനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ എൻ്റെ കാലാവധി കഴിയുന്നവരെ, എൻ്റെ ആയുസ് ഒടുങ്ങുന്നവരെ ഞാൻ ഈ സേവ ചെയ്യും. സൂര്യചന്ദ്രന്മാരിക്കുന്നവരെ, പ്രകാശിക്കുന്നവരെ ഞാൻ അങ്ങയുടെ എപ്പോഴും വണങ്ങിക്കൊണ്ടിരിക്കും, ആരാധിച്ചുകൊണ്ടിരിക്കും. എൻ്റേതായിട്ടുള്ള ആ സേവ എന്താണെന്ന് വെച്ചാൽ എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ ഭംഗിയായി ചെയ്യും. ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ 3 വട്ടം പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് സുധാമത്തിലേക്ക് എത്തുകയാണ്. കൃഷ്ണൻ ഇവിടെ ഈ ശ്ലോകത്തില് സ്വഭുവം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സ്വഭുവം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തൻ്റെ മകൻ എന്നാണ് അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ അച്ഛൻ മകൻ എന്ത് തെറ്റിയതാലും ശരി അച്ഛൻ പൊറുക്കും. അർജുനസ്തുതിയില് 11-ാം അധ്യായത്തില് 36 മുതൽ 46 വരെയുള്ള അതിമനോഹരം, അതിഗംഭീരമായിട്ടുള്ള അർജുനസ്തുതിയില് അർജുനൻ പറയുന്നുണ്ട്, കൃഷ്ണ, ഞാൻ അറിയാതെ അങ്ങയോട് തെറ്റുപറ്റിപ്പോയി. ഞാൻ അങ്ങയുടെ സ്ഥാനം മനസ്സിലാക്കാതെ ഞാൻ അങ്ങോട്ട് അപരാധം ചെയ്തു. അപ്പോ ഒരു പിതാവ് സ്വപുത്രനോട് പൊറുക്കുന്ന പോലെ അങ്ങ് എൻ്റെ തെറ്റുകൾ പൊറുക്കണം. എന്നുവെച്ചാൽ പിതാവ് ഒരിക്കലും, അച്ഛൻ ഒരിക്കലും മകന്റെ തെറ്റ് അല്ലെങ്കിൽ കുറ്റം ഒരിക്കലും ഗൗരവമായിട്ട് കാണില്ല. അത് അങ്ങനെ ചെയ്തു പോയി, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയി, അത്രേ വിചാരിക്കുന്നു. പക്ഷെ ആ മകന് മനസ്സിലായി, മകൻ അത് തെറ്റ് പറയുമ്പോ കൃഷ്ണ അതേപോലെ സ്വീകരിക്കും, അച്ഛൻ അതുപോലെ സ്വീകരിക്കും. അവിടെ അർജുനൻ ഇതേപോലെ കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ്, ഞാൻ ചെയ്ത തെറ്റിന് അങ്ങ് ഒരു സുഹൃത്തിനോട് എന്ന പോലെ, ഒരു ഭർത്താവ് പ്രിയായിയുടെ പോലെ, ഒരു അച്ഛൻ മകനോടെന്ന പോലെ അങ്ങ് പൊറുക്കണം, ക്ഷമിക്കണം. അതേ ഭാവം തന്നെയായിരുന്നു ബ്രഹ്മാവിൻ്റെ. ബ്രഹ്മാവ് പുത്രനാണ് ഭഗവാന്റെ. അതുകൊണ്ട് ബ്രഹ്മാവ് തെറ്റ് കൃഷ്ണൻ പൊറുത്തു, ആദ്യം ഗൗനിച്ചില്ല. പക്ഷേ ബാഹ്യമായിട്ടുള്ള അദ്ദേഹത്തെ പ്രതികരിച്ചില്ല, അങ്ങനെ കാണിച്ചില്ല. അദ്ദേഹം കൂടെ കൃഷ്ണൻ കൂടെ ചെയ്തു. കൃഷ്ണത് ആ ഡ്രാമ ബ്രഹ്മാവ് തുടങ്ങി വെച്ചാണല്ലോ. ബ്രഹ്മാവ് കൃഷ്ണനെ മോഹത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് ബാലന്മാരെയും ഗോപന്മാരെയും
പശുക്കളെയും പശുക്കിടാങ്ങളെയും മറക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ അത് ഒന്നും അറിയാത്ത പോലെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെ പോയി എൻ്റെ പശുക്കുട്ടികള്? എവിടെ പോയി എൻ്റെ ഗോപന്മാര്? പശുക്കുട്ടികളെ അന്വേഷിച്ച് വനങ്ങളെല്ലാം പശുക്കുട്ടി വനങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. ആ വനങ്ങളെ അന്വേഷിച്ച് വന്നു. കഴിഞ്ഞ അധ്യായത്തിൽ 16-ാം ശ്ലോകത്തില് അത് പറയുന്നുണ്ട്. തതോ വത്സാൻ അദൃഷ്ടവ്യ പുലീനാവീച വത്സവാൻ ഉദാവീ വനേ കൃഷ്ണോ വിചികിത്സ്യ സമന്തദാ. കൃഷ്ണ ആദ്യം കാട്ടിൽ പോയി. കാരണം അതാണല്ലോ ഗോപന്മാരങ്ങനെ തുടങ്ങും. ഗോപന്മാർ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ അയ്യോ പശുക്കുട്ടികൾ കാണാനില്ല, പശുക്കുട്ടികളെ എവിടെ പോയി എന്ന് പറയുമ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞ സാറിന് നിങ്ങൾ കാര്യം ചെയ്യൂ, നിങ്ങൾ ലഞ്ച് കഴിച്ചോളോ, ഞാൻ ഇപ്പോൾ പോയിട്ട് കാട്ടിൽ പോയിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോഴാണ് ബ്രഹ്മാവ് ഈ കളി കളിക്കുന്നത്. പക്ഷെ കൃഷ്ണൻ എന്താണ് ആ കളി മനസ്സിലാക്കിയ കൃഷ്ണൻ ഒന്നും അറിയാത്ത മാതിരി സാധാരണ കുട്ടിയെ പോലെ പശുക്കുട്ടികൾ അന്വേഷിച്ചു നടന്നു. കാട്ടിൽ കണ്ടില്ല. എന്നാ ആ കാര്യം ഗോപന്മാരോട് പറയാം, ആ കുട്ടി കാണാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വേഗം പുഴത്തീരത്തെത്തുമ്പോൾ അവിടെ ഗോപന്മാരെയും കാണാനില്ല. അപ്പോ തല ചൊറിഞ്ഞ കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ സംഭവിച്ചേ? കൃഷ്ണൻ ആക്ട് ചെയ്യാണ്. കൃഷ്ണൻ പക്ഷെ അത് കുട്ടിയെ പോലെ ഒരു അന്വേഷണം നടക്കുന്ന കുട്ടിയെ പോലെ അദ്ദേഹം ആക്ട് ചെയ്യാണ്. അത് 61-ാം ശ്ലോകത്തില് അതേപോലെ പറയുന്നുണ്ട്. തത്രോ ദുഹാദ് പശുവാം വംശശിശുഷ്ടവനാട്യം ബ്രഹ്മാദ്വയം പരം അനന്തം അഗാധബോധം വത്സാൻ സഖീന്നിവ പുരപരിതോ ജിൻവ ഏകം സപാണി കവലം പരമേഷ്ടി അച്ചാചാം. When Lord Brahma saw the absolute truth, who is one without a second, who possesses full knowledge and who is unlimited, assuming the role of actor, Natyam, of a child in a family of coward men and standing all alone, just as before, with the morsel of food in his hand, searching everywhere for calves and cowherd bones. കയ്യിലൊരു കയ്യില് ഒരു മണി അരി ചോറ് നിൽക്കുന്നുണ്ട്. അവിടെ കൈയിട്ടിട്ട് കൃഷ്ണൻ കഴിക്കാൻ തുറന്നു. അപ്പോഴാണ് ഗോപന്മാർ പറഞ്ഞു കാണാനില്ലാന്ന്. അപ്പൊ കൃഷ്ണൻ അദ്ദേഹം പൊടിയും വരികയാണ്. അപ്പൊ അത് ഗംഭീരമായ ആക്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ ബ്രഹ്മാവ് മനസ്സിലായി ഇത് പരമദിവ്യവന്ത പുരുഷൻ അല്ല. ഇവിടെ ആ സമയത്ത് മനസ്സിലാക്കുന്നില്ല. ഭഗവാനെ പരമദിവ്യവന്ത പുരുഷനാ സ്വാമി പറയാണ്. പക്ഷെ അങ്ങനെയുള്ള ഭഗവാൻ ഒരു നടനെന്ന പോലെ ഒരു എന്താ പറയാ പശുക്കളെ മേയ്ക്കുന്ന ഗോപന്മാരുടെ ഫാമിലി ജനിച്ച ഒരു കുട്ടി എന്ന പോലെ അതേപോലെ അദ്ദേഹം നടിക്കുകയാണ് ചെയ്യുന്നത്. പശുക്കളെ കാണാനില്ല, പശുക്കുട്ടികളെ കാണാനില്ല, ഗോപന്മാരെ കാണാനില്ല, ആകെ സംഭ്രാന്തനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയത്ത് ശിക്ഷാചക്രത്തിൽ പറയുന്നുണ്ട് യശോദമാതാജിയുടെ ആ മഹാപ്രേമം, തികഞ്ഞ മധുരമായിട്ടുള്ള മഹാപ്രേമം, യശോദ വ്രജവാസികളുടെ വാത്സല്യ രസം, ബാക്കി രസങ്ങള്, ഇതെല്ലാം ഭഗവാൻ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ ശക്തികളും ജ്ഞാനവും എല്ലാം മങ്ങിപ്പോവാണ്, അല്ലെങ്കിൽ മറയ്ക്കപ്പെടുകയാണ്. അപ്പൊ അവിടെ കൃഷ്ണൻ ആകെ കൂടി ഒന്നും അറിയാത്ത മാതിരി നിൽക്കുമ്പോൾ ആ ഒന്നും അറിയാത്ത ആക്ടിങ് അല്ല പറയുന്നുണ്ട്. അത് ആക്ടിങ് അല്ല. ആ പ്രേമത്തിന് മുമ്പിൽ അഗാധമായ വാത്സല്യ ഭാവത്തോട് കൂടിയിട്ടുള്ള യശോദമാജിയുടെയും മാധുര്യഭാഗത്തുള്ള ഗോപന്മാരുടെയും അത് കാണുമ്പോൾ കൃഷ്ണൻ ആ സമയത്ത് കൃഷ്ണൻ ഇതേപോലെ നിസ്സഹായമായിട്ട് നിൽക്കാറുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ കൃഷ്ണനെ പവർ മുഴുവൻ മൂടിക്കളഞ്ഞു ഇവരുടെ പ്രേമം കൊണ്ട്. അപ്പൊ അവിടെ ആക്ടിങ് അല്ല ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ബ്രഹ്മാവിന്റെ ആക്ടിങ് ആണ്. അപ്പോ കൃഷ്ണൻ ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുകയാണ്. ഒരു കൊല്ലം പാസ്സായി. കൃഷ്ണൻ അവിടെ എല്ലാം വിസ്തരിച്ചു. ഗോപന്മാരുടെ ഗോപസ്ത്രീകളുടെയും പശുക്കളുടെയും പ്രേമം മുഴുവൻ നുകർന്നു. അവരുടെ അകലിൽ നിന്ന് മുഴുവൻ പാല് കുടിച്ചു.
ഇതെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് ബ്രഹ്മാവ് കാണുമ്പോൾ കൃഷ്ണൻ വീണ്ടും പഴയ പോലെ തന്നെ അന്വേഷണം വേണ്ടി കാണിക്കണം. ഒരു കൊല്ലത്തിലുള്ള ഞാനൊന്നും ചെയ്തില്ല, അന്വേഷണം തന്നെയാണ്. അപ്പൊ അപ്പോഴാണ് ബ്രഹ്മാവ് വരണം. ബ്രഹ്മാവ് വന്നിടും. ഈ ബ്രഹ്മാവ് സ്വയം പറയുന്നുണ്ട് 4 തലയുള്ള ബ്രഹ്മാവെന്ന് പറയുന്നുണ്ട്. ഏത് ബ്രഹ്മാണ്ടം, ഏത് ബ്രഹ്മാവ്, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് എന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം ദിവ്യോത്തമ കൃഷ്ണനാണ്, അതാണ് ഇതാണൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണമെന്നില്ല. ഞാൻ എൻ്റെ എവിടെ പോയി, പശുക്കിടാങ്ങളെവിടെ പോയി, എൻ്റെ ഇതെവിടെ പോയി, ഗോപന്മാരെവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇങ്ങനെയും ചോദിക്കാൻ. അപ്പോ ഭഗവാൻ ആ ഡ്രാമ, ആക്റ്റീവ് ഡ്രാമ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോകണം. ആ ക്ലൈമാക്സിലേക്ക് ബ്രഹ്മാവിന് മുമ്പിൽ നടിച്ച തുടക്കം നടിച്ചല്ല, അവസാനം ബ്രഹ്മാവ് പോകുന്നവരെ കൃഷ്ണൻ നടിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണൻ ചെറിയ കുട്ടിയെ പോലെ ഇരിക്കണം. അതുകൊണ്ട് കൃഷ്ണൻ പ്രതികരിക്കുന്നില്ല. ബ്രഹ്മാവിന്റെ സ്തുതി കേട്ടിരുന്നു. ആരെ പറ്റി പറഞ്ഞ എനിക്കറിയില്ല, ആരോ വന്നിട്ട് എന്തൊക്കെയോ പറയണ്ട, ആരെ പറ്റി ഇതൊക്കെ എനിക്കറിയോ, എന്നോടാണോ പറയണത് എന്ന ഭാവത്തില് കൃഷ്ണൻ അവിടെ ഇരിക്കുകയാണ്. അതേസമയം അദ്ദേഹം മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ബ്രഹ്മാവ്. പക്ഷെ ബാഹ്യമായിട്ട് ഒരു കടാക്ഷമോ ഒരു നോട്ടമോ ഒരു പുഞ്ചിരിയോ വാക്കോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതാണ് കൃഷ്ണനാകരെ മോഹിപ്പിക്കുന്ന ഭാഗം ബ്രഹ്മാവിന്റെ അവസാനം വരെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ബ്രഹ്മാവ് എവിടെയും കൊണ്ടുപോയിട്ടില്ല, അത് അവിടെ തന്നെയാണ്. ബ്രഹ്മാവ് ഒരു മായ വെച്ചിട്ട് മറക്കുകയാണ്, മായ കൊണ്ട് മറക്കുകയാണ്. അവരവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പശുക്കുട്ടികള് വനങ്ങളിലും ഗോപന്മാരെ പുഴ തീരത്തിരിക്കുന്നതാണ്. അത് അവരെ കാണാൻ ഒരു വർഷമായിട്ട് ബാക്കി ആൾക്കാർക്ക് അവരെ കാണാൻ പറ്റില്ല. അത് കൃഷ്ണന്റെ മായ. കൃഷ്ണമായ വെച്ച് ബാക്കി ഗോപന്മാര് ബാക്കി എല്ലാ ദിവസവും ഒരു കൊല്ലമായിട്ട് സാധാരണ ഗോപന്മാരെല്ലാം കൂടി അവിടേക്ക് വരുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവര് കാണുന്ന കാരണം കൃഷ്ണൻ ഉണ്ടാക്കിയ പശുക്കിടാങ്ങളും ഗോപന്മാരെയും അവര് കാണുന്നുള്ളൂ. ഈ ഗോപന്മാരെയും പശുക്കിടാങ്ങളെയും ഇവർ കാണുന്നില്ല, ഇവരുടെ മായ കൊണ്ട്. അപ്പൊ അവരവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഗോപന്മാർക്കും അത് അവരെ ഒരു വർഷം പോയാൽ അറിയുന്നില്ല. അവരൊരു വർഷമായിട്ട് പുഴ തീരത്തിനടുക്കുകയാണ്, ഒരു വർഷമായിട്ട് പശുക്കിടാങ്ങള് വനത്തിലിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒരു നിമിഷം പോലും പോയതായിട്ട് തോന്നുന്നില്ല അവർക്ക്. കാരണം നെക്സ്റ്റ് നിമിഷത്തിലാണ് ഇത് സംഭവിക്കണം. പക്ഷെ ആ നിമിഷം അവർക്ക് ഒരിക്കലും ഒരു കൊല്ലം തങ്ങൾ ഈ അവസ്ഥയിൽ ഇരുന്നു എന്നറിയാത്ത അവസ്ഥ ഒന്നു എന്ന് അവർക്ക് തോന്നി. അവിടെ കൃഷ്ണൻ ബ്രഹ്മാവിന്റെ സ്തുതികളൊന്നും മറുപടി പറഞ്ഞില്ല. ബ്രഹ്മാവ് തിരിച്ചുപോയിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? ഏകസ്മിൻ നവി യാദേബ്ദേ പ്രാണേശം ചാന്ദ്രാത്മനഃ കൃഷ്ണമായാഹതാരാജൻ ക്ഷണാർദ്ധം മേനിരേ അർപ്പക. Walking, although the boys had passed an entire year, Yade Abde കൊല്ലം, Yadechan having passed 1 year from year of their lives, they had been covered by Lord Krishna's illusory potency and thus considered that year nearly half a minute. ഒരു വർഷം പോയില്ല പറഞ്ഞില്ല. ഭഗവാന്റെ ആ മായയിൽ പെട്ടിട്ട് അതൊരു അര സെക്കൻഡ്, ക്ഷണം വെച്ചാൽ അര സെക്കൻഡിനേക്കാൾ താഴെയുള്ള അതാണ്. അര സെക്കൻഡ് പോലും ആയിട്ട് തോന്നില്ല. ഒരു 1/4 സെക്കൻഡ്, സെക്കൻഡിന്റെ ഫ്രാക്ഷൻ അവസാനിച്ച വരെ അവർക്ക് തോന്നിയിട്ടില്ല. അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം പോയി എന്ന് അവർക്ക് തോന്നിയിട്ടില്ല. കാരണം അവര് ഭഗവാന്റെ യോഗമായന്റെ പെട്ടിരിക്കുകയാണ് അവര്, ഈ ഗോപന്മാരെല്ലാം. ഗോപന്മാർ മാത്രമാണ് ഭഗവാന്റെ മായയിൽ പെട്ടിരിക്കുന്നത്, ബാക്കി ആരും വിടില്ലേ എന്ന് മഹാരാജന് സംശയം തോന്നിയപ്പോ അതിന് മറുപടിയായിട്ട് സ്വയം പറയണ കിം കിം ന വിസ്മരന്തീഹ മായാ മോഹിത ചേതസാ യൻ മോഹിതം ജഗത് സർവം അഭീഷ്ണം വിസ്തൃതാത്മകം. What indeed is not forgotten by those whose minds are bewildered by Lord's illusory potency. By that power,
Maya, this entire universe remains in a perpetual bewilderment, and in this atmosphere of forgetfulness, no one understands his own identity. അപ്പോൾ ഗോപന്മാർ മാത്രമല്ല, എല്ലാവരും ഗോപന്മാരും വ്രജവാസികൾ, ഈവൻ ദ്വാരകയിലെത്തുന്ന രാജ്ഞിമാരും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഭഗവാന്റെ യോഗമായി പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതേസമയം ബാക്കി ആൾക്കാർ, ശിവൻ, ബ്രഹ്മദേവന്മാർ, ബാക്കിയുള്ള അസുരാഗണങ്ങളെല്ലാം ഭഗവാന്റെ മഹാമായയിലെപ്പെട്ടേക്കും. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഭഗവാന്റെ അനന്യ ഭക്തന്മാര് അവരിയ്ക്കുന്നത് ഭഗവാന്റെ യോഗമായവരാണെങ്കിൽ, ഭക്തന്മാരല്ലാത്ത സാധാരണ ഈറ്റിസ്റ്റ് പോലത്തെ ആൾക്കാരാണെങ്കിൽ അവർ ഭഗവാന്റെ മഹാമായപ്പെട്ടുകൊണ്ട് രണ്ടുപേർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഭഗവാൻ മായ രചിച്ചുകൊണ്ട് ഇവരെല്ലാം മോഹത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോ ഈ മഹാമായയിൽപ്പെട്ട ആൾക്കാരൊക്കെ താൻ ആരാണ്, താൻ എവിടുന്ന് വന്നു, ഇവിടെ വരാനുള്ള കാരണം എന്താണ്, ഇവിടെ പെട്ടതിന് ശേഷം പെട്ട എന്തുകൊണ്ടാണ്, ഇതിന് ശേഷം ഞാൻ എവിടേക്ക് പോകും, ഇതിന്റെ ശരിയായ ലക്ഷ്യം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയാണ്ട് അവരുടെ സ്വന്തം വ്യക്തിത്വം പോലും മറന്നുകൊണ്ട് ഈ മഹാമായപ്പെട്ട ആൾക്കാര് അങ്ങനെ വേണം ചെയ്യാം. പക്ഷെ ഉപയോഗമായിപ്പെട്ട ആൾക്കാരെ അവസ്ഥ സെയിമാണ്. അവര് മറവി അവർക്ക് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, സിൻസ് ലോർഡ് കൃഷ്ണ എക്സസൈസ് internal illusory potency over his cowherd boys and calves, it is not at all astonishing that for 1 year they could not remember their position. Covered by his internal illusory potency. Internal illusory potency. External. Internal illusory potency ആണ് യോഗമായ. എക്സ്റ്റേണൽ illusory potency ആണ് മഹാമായ. വ്രജവാസികളെ മുഴുവൻ മൂടിയിരിക്കുന്നത് ഈ യോഗമായ കൊണ്ടാണ്, ഇന്റേണൽ illusory potency ആണ്. അതേസമയത്ത് ബാക്കി സാധാരണ ആൾക്കാരെ മുഴുവൻ ആൾക്കാരും, വ്രജവാസികൾ അല്ലാത്ത ആൾക്കാരെ മുഴുവൻ മൂടിയിരിക്കുന്നത് മഹാമായ കൊണ്ടാണ്. അപ്പൊ ഇന്ന് തന്നെയാണ് ശരി, കൗബോയ്സ് കുട്ടികള് ഒരു വർഷത്തേക്ക് അവരെങ്ങനെ ഫ്രീസുകൾ വെച്ച മാതിരി യാതൊരു വ്യത്യാസം കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവർക്ക് എന്താ പറയാ, സ്വല്പം വെയിറ്റ് കൂടി ഉണ്ടാവും. അവിടെ ഇരിക്കുന്നു ഒരു വർഷം ഇരുന്നുകൊണ്ട്. പക്ഷെ എന്ത് തന്നെയാണ് ശരി, എങ്ങനെയാണോ ഭഗവാന്റെ ബഹിരംഗ ശക്തി കൊണ്ട് കണ്ടീഷൻ സോൾസ്, സാധാരണ കണ്ടീഷൻ സോൾസ് അവരുടെ എക്സിസ്റ്റൻസ് വരെ മറന്നുകൊണ്ട് ഇരിക്കുന്നു. ഇതൊന്ന് മനസ്സിലാക്കാൻ വരുന്നത്, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അവര് ഈ പല പല യൂണിൽ പോയി ട്രാൻസ്മൈഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ ശരിയായിട്ടുള്ള പൊസിഷൻ അവർക്ക് മനസ്സിലാവുന്നില്ല. താൻ ആരാണ്, ജീവയുടെ സ്വഭാവ കൃഷ്ണ നിത്യദാസ് എന്ന് പറയുന്ന ആ ചൈതന്യശാമന്റെ അർത്ഥവാക്യം ഇവർക്ക് ഓർമ്മയില്ല, അവർക്ക് അറിയില്ലായിരുന്നു. ഇവർ ഇല്യൂഷനെ പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇല്യൂഷൻ എന്നുള്ള ഭഗവാന്റെ ഇല്യൂഷൻ, ഭഗവാന്റെ ഇന്റർപ്രട്ടേഷൻ എന്ന ഇല്യൂഷൻ, അതാണ് വ്യത്യാസം. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കൃഷ്ണൻ മുമ്പിൽ കാണുന്നുണ്ട്. ഉടനെ അവർ പറയാണ്, ഊച്ചുരശ്ച സുഹൃദ കൃഷ്ണം സ്വാഗതം തേതിരമസാ നൗകേബി ബേജി കേവല സാധു വിജ്യതാം. അപ്പോ ഒരു വർഷത്തിന് ശേഷം ഇവര് കാണുകയാണ്. പക്ഷെ ഇവർക്ക് ഒരു വർഷം പോയതെന്ന് അറിയില്ല. അവരെന്താ വയ്ക്കുക, കൃഷ്ണൻ എന്താ കാട്ടിൽ പോയി പശുക്കുട്ടികളെ കുട്ടിക്കൊട്ടിരാൻ പോയിക്കാണ്. പക്ഷെ ഒരു സെക്കൻഡിൽ തിരിച്ചു പോവുകയും ചെയ്തു. അതാണ് അവർ പറഞ്ഞത്, ഊച്ചുരുച സുഹൃത ക്ഷണം സ്വാഗതം
നൗകേഭ്യ ബേജി കേവലം ഹിത സാധുചിതാം. ഒരു അര സെക്കൻഡ് അതിരംഹസ വെച്ചാൽ വളരെയധികം ഷോർട്ട് ടൈം, വളരെയധികം കുറഞ്ഞ സമയം കൊണ്ട് ഭഗവാൻ തിരിച്ചു വരികയാണ്. ഇത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളെന്ന് ഈ ടിഫിൻ പാത്രങ്ങൾ തുറന്നു വെക്കുന്നേ ഉള്ളൂ. തുറന്ന് പതുക്കെ കഴിക്കാൻ ആരംഭിക്കുമ്പോഴാണ് അങ്ങ് പോയത്. അങ്ങ് അതേ സ്പീഡിൽ തിരിച്ചു വന്നില്ല. എന്നിരുന്നാലും ഞങ്ങളൊന്നും തുറയില്ല. അങ്ങ് തുടങ്ങാണ്ട് കൃഷ്ണൻ വരാതെ ഞങ്ങളൊന്നും തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോ കൃഷ്ണൻ വന്നുകൊണ്ട് നമുക്ക് സാധാരണ പോലെ തമാശയെല്ലാം പറഞ്ഞ് കളിച്ച് രസിച്ച് കൃഷ്ണ ആദ്യം കഴിക്കുക, അതിനുശേഷം ഞങ്ങൾ കഴിക്കും. ആ രീതിയിൽ നമുക്ക് സല്ലപിക്കാം. കൃഷ്ണ അവര് സാധാരണ പോലെ ഒന്നും സംഭവിക്കാത്ത മാട്ടില് മുമ്പ് സാധാരണ ദൈനംദിനത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അത് നമുക്ക് ചെയ്യാം എന്നൊരു പറഞ്ഞിട്ട് ശേഷം ഇവര് പറയാണ്, കൃഷ്ണ തുടങ്ങിക്കോ, നമ്മൾ തുടങ്ങിയില്ല, നമുക്ക് തുടങ്ങാം, വെയിറ്റ് എടുത്തോളൂ, നിങ്ങൾ വെയിറ്റ് എടുക്കൂ, ഞാൻ ഓർമ്മി തരാം. പക്ഷേ അങ്ങ് വരാത്തതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആരും ഒരു മണി പോലും, ചോറിന്റെ മണി പോലും വറ്റുപോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. നോട്ട് ഈവൻ മോസൽ ഇൻ യുവർ ആബ്സൻസ്, നീ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഏതായാലും അവർക്ക് കൃഷ്ണൻ വന്നതിൽ ഭയങ്കര സന്തോഷമായി. കൃഷ്ണൻ തിരിച്ചു വന്നല്ലോ, പെട്ടെന്ന് വന്നല്ലോ എന്നാലോചിച്ച് പറഞ്ഞ സന്തോഷമായി അവർക്ക്. അപ്പോൾ ആ സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് കൃഷ്ണൻ പറഞ്ഞു. മത്സരനായിട്ടുള്ള കൃഷ്ണൻ അത് അനുസരിക്കും. അടുത്ത ശ്ലോകങ്ങളുടെ അതിനെപ്പറ്റി ഡി.ജെ. പറയും. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഹരേ കൃഷ്ണ. Thank you very much. വാഞ്ചാകൽപതരുശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. आनंदमुनि वैष्णव की जय, कृष्ण भगवान की जय।